ഭൂമിയും തരമാറ്റാനാകില്ല എന്ന് അറിഞ്ഞിട്ടും കുഴിയിൽ ചാടിച്ചത് ലീഗ് നേതാവിൻ്റെ ഭാര്യാബന്ധുവാണ്. അത്തരത്തിലുള്ള ആരോപണമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും വലിയൊരു പ്രശ്നമുണ്ടാകില്ലേ? ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ഭൂപരിഷ്കരണത്തിൽ ഇളവ് ലഭിച്ച തോട്ടഭൂമി ഉൾപ്പെടെയാണ് പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പണം നൽകി വാങ്ങിയത്. ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാൾ അധികം നൽകിയതായാണ് വിവരം. കുറഞ്ഞ വിലയുള്ള തോട്ടഭൂമി കൂടിയ വിലയ്ക്ക് വാങ്ങി നേതൃത്വത്തെ കുഴിയിൽ ചാടിച്ചത് മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാവിൻ്റെ ഭാര്യാബന്ധുവാണെന്ന് എതിർവിഭാഗം ആരോപിക്കുന്നു. ലീഗിലെ വയനാട് ഘടകമറിയാതെ നടത്തിയ ഇടപാടാണെന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. തോട്ടഭൂമിയാണെങ്കിലും ദുരന്തബാധിതരുടെ പുനരധിവാസമായതിനാൽ സർക്കാരിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ലീഗ് നേതൃത്വത്തെ ഇടനിലക്കാരൻ വെട്ടിൽ വീഴ്ത്തിയതെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ 2 പ്രമുഖരായ നേതാക്കളുടെ ബന്ധുവായ ഇയാളുടെ തോട്ടഭൂമി കൂടി ചേർത്താണ് കച്ചവടം നടത്തിയത്. ഈ രഹസ്യ ഇടപാടിനെതിരെ ലീഗിലെ ഒരു വിഭാഗം കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. വയനാട് ജില്ലാ നേതൃത്വത്തെ അനുനയിപ്പിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള തീവ്ര ശ്രമത്തിലാണ് മുസ്ലിം ലീഗ്. 11 ഏക്കർ ഭൂമി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ജന്മം ഭൂമിയാണ് വാങ്ങിച്ചതെന്നും തോട്ടഭൂമിയല്ലെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ വിശദീകരണം. സംഭവത്തിൽ വൈത്തിരി ലാൻഡ് ബോർഡ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.